കാർഷിക സമൃദ്ധിക്കും ഗൃഹ ഐശ്വര്യത്തിനുമായി കർക്കിടക മാസത്തിൽ കേരളത്തിലെ ഹൈന്ദവ ഭവനങ്ങളിൽ ആചരിച്ചു വരുന്ന പ്രധാന ചടങ്ങാണ് ഇല്ലം നിറ അഥവാ നിറപുത്തരി. പുതിയ വിളവിന്റെ പ്രതീകമായ നെൽക്കതിരുകൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിലൂടെ നാടിനും വീടുകൾക്കും ഐശ്വര്യവും നല്ല വിളവും ലഭിക്കുമെന്നാണ് വിശ്വാസം. കറുത്തവാവ് കഴിഞ്ഞുള്ള ആദ്യ ഞായറാഴ്ചയാണ് സാധാരണയായി ഇല്ലം നിറ ചടങ്ങുകൾ നടത്തുന്നത്. അന്ന് കർഷകർ മുങ്ങിക്കുളിച്ച് ഈറനണിഞ്ഞ് പാടത്തെത്തുന്നു. പാടത്തുനിന്ന് ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് ഒരു കറ്റ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി സമർപ്പിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ദേശപരദേവതയുടെ അനുഗ്രഹത്താൽ കൃഷിയിൽ നല്ല വിളവുണ്ടാകുമെന്നും കൃഷിയിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും അതിന്റെ ഗുണഫലം ലഭിക്കുമെന്നുമാണ് വിശ്വാസം. അയിലൂർ ഇടിയമ്പൊറ്റ മുരളീധരന്റെ പാടശേഖരത്തിലും കാലങ്ങളായി ഈ കാർഷിക ആചാരം തുടരുന്നു. പാടത്തുനിന്ന് അറുത്തെടുക്കുന്ന നെൽക്കതിർ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടായി സമർപ്പിച്ചു വരികയാണ്. ഇക്കൊല്ലവും ആ പാരമ്പര്യത്തിന് മുടക്കം വന്നില്ല. നിറവള്ളിക്ക് മുകളിൽ അരിവാൾ വെച്ച് പൂജ നടത്തിയ ശേഷമാണ് നെൽക്കതിർ അറുത്തെടുത്തത്. കൈ കൊണ്ടെന്ന് സ്വാമി ശരണയ്യപ്പ സ്വാമി ശരണം സ്വാമി ശരണയ്യപ്പ സ്വാമി ശരണം. അല്ല ഇനിയിപ്പോ അല്ല അവർക്ക് ഗുരുവേ ഇത്തിരി അങ്ങോട്ട് എറിഞ്ഞാൽ നല്ല കതിര് കിട്ടും. ഹരിഹരനാനന്ദചിത്തനായ അയ്യപ്പ സ്വാമിയേ ഏഴോ 9 11 മുടികളായാണ് കതിർ അരിഞ്ഞെടുക്കുക. തുടർന്ന് കർഷകരും വിശ്വാസികളും തലച്ചുമടായി കതിർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. കൃഷിയെയും വിശ്വാസത്തെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ആചാരമാണ് ഇല്ലം നിറ. പുതുവിളവിന്റെ പ്രതീക്ഷയും കാർഷിക സംസ്കാരത്തിന്റെ തുടർച്ചയും ഈ ചടങ്ങിലൂടെ തലമുറകളിലേക്ക് കൈമാറപ്പെടുന്നു. ദൈവനിയോഗം പോലെ ഇക്കൊല്ലവും പാരമ്പര്യം തുടരാനായതിന്റെ സന്തോഷം പാടശേഖര ഉടമ മുരളീധരൻ പങ്കുവച്ചു. 2-3 വർഷമായി ഇത് അവർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ അമ്പലക്കാരും വന്നിട്ട് അരിഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ നരസിംഹമൂർത്തി, കോഴിക്കാട് അമ്പലം, പിന്നെ കണ്ണമ്പറ, മഞ്ഞപ്പറ പോകുന്നുണ്ട്. ക്യാമറാമാൻ സുകേഷ് വലങ്ങിയോടൊപ്പം രേവതി സുബ്രഹ്മണ്യൻ, UTV ന്യൂസ്, പാലക്കാട്.